ഹലോ ഫ്രണ്ട്സ്, മീനാസ് കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. എന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നേക്കുന്നത്. എൻ്റെ ചേട്ടൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ ചെയ്തു കൊടുത്ത ഒരു കേക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഡോൾ കേക്ക് അതെങ്ങനെയാണ് ചെയ്തതെന്നും അതിൻ്റെ എൻഡിങ് എന്താണെന്നും നിങ്ങളെ കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഡയറക്റ്റ് വീഡിയോസിലേക്ക് പോയാലോ. ഈ ഡോൾ കേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ കുറേ കേക്കിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നതും കേക്ക് കട്ട് ചെയ്യുന്നതും ഒന്നും കാണിക്കുന്നില്ല. ആ ഡോൾ കേക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളേ. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു കേക്കിൻ്റെ ബോർഡ് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ കേക്കിൻ്റെ ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യുകയാണ്. വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. അത് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. ഇനി സെയിം തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കേക്കുകൾ ലെയറായിട്ട് അടുക്കി വെക്കുക. ഇപ്പോൾ വെച്ചേക്കുന്നത് ഒരു ചെറിയ പീസ് കേക്കാണ്. അതായത് നമ്മൾ ആ ഡോളിൻ്റെ ടോപ്പ് ഭാഗം വരാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ആ ഒരു കേക്കിൻ്റെ പീസാണ് വെച്ച് കൊടുത്ത് സെയിം തന്നെ അതുപോലെ തന്നെ നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ആ ടോപ്പിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറും വെച്ചിരിക്കുകയാണ്. കേക്കിൻ്റെ സെൻറ്ററിലേക്ക് നമ്മളുടെ ഡോളൊന്ന് ഇറക്കി വെച്ച് നോക്കണം. അതായത് കറക്റ്റ് ആ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ 4 ഭാഗം അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചരിച്ച് താഴോട്ട് കട്ട് ചെയ്യണം. കത്തി ഒന്ന് ചരിച്ച് പിടിച്ചോണ്ട് അതിൻ്റെ 4 ഭാഗം അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ആ കോർണറിലെല്ലാം ചെത്തി ഒന്ന് റൗണ്ട് പോലെ ആക്കി കൊടുക്കണം. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടായിട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രീസറിലേക്ക് വെക്കാം. ലീഫ് ചെയ്യുന്ന നോസിൽ വെച്ചിട്ട് ആ താഴെ ഒരു ഫ്രില്ല് പോലെ ചെയ്ത് കൊടുക്കുകയാണേ. ഒന്ന് പൊക്കിയും താക്കിയും അങ്ങനെ. അതായത് ഒന്ന് നമ്മൾ താഴെ ചെയ്യുന്ന റോസ് പെറ്റൽസ് എല്ലാം ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണേ. ഇനി മോളിൽ നിന്ന് താഴോട്ട് അതുപോലെ തന്നെ ഫ്രില്ല് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ ഇടവിട്ട് ഫുൾ റൗണ്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മൾ അതിൽ റോസ് ഫ്ലവേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആ കേക്കിൻ്റെ പുറത്ത് വലിയ ഫിനിഷിംഗ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അതിനകത്ത് ഫുള്ള് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യുകയാണേ. ഇനി നമുക്ക് റോസ് ചെയ്യുന്ന നോസിൽ വെച്ചിട്ട് താഴെ ഇങ്ങനെ റൗണ്ടായിട്ട് ചെയ്ത് കൊടുക്കാം. റോസിൻ്റെ ഫ്ലവേഴ്സ് പോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ വെറുതെ വട്ടത്തിൽ കറക്കി ഇങ്ങ് കൈ എടുത്താൽ മതി. പെട്ടെന്ന് റോസ് പോലെ കിട്ടും അത്. ഇത് താഴത്തെ റൗണ്ട് ഫുള്ള് ചെയ്തെടുക്കുക. ഇനി സ്റ്റാർ നോസിൽ വെച്ചിട്ട് ആ ഹോൾസ് വന്നേക്കുന്നിടമെല്ലാം സ്റ്റാർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ താഴെ റോസാപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഫുള്ളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ സ്റ്റാർ കൊടുക്കുക. ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് കുറച്ച് ലൈറ്റ് പിങ്ക് കളറിലെ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. അതും ഇതുപോലെ അതിൻ്റെ ഇടയ്ക്കെല്ലാം ഫുള്ള് റോസ് പെറ്റൽസ് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആ പാവേനെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, പാവേനെ വെച്ചിട്ട് അതിന് ടോപ്പ് ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് ഡാർക്ക് കളറിൽ വെച്ചിട്ട് ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട്
ഇങ്ങനെ ചെറിയ സ്റ്റാർസ് കൊടുത്ത് പോകും. അതെൻ്റെ ആ ഫ്രോക്കിൻ്റെ ടോപ്പ് ഭാഗം നല്ലതായിട്ട് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം പോലെ ഡിസൈൻ ചെയ്യുക. അത് ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഒരു എന്നാ പറയുക, ഒരു കൈയില്ലാത്ത ഫ്രോക്ക് മാതിരി ജസ്റ്റ് ഒരു ലൈൻ മാത്രം മുകളിലേക്ക് കൊടുത്തുകൊണ്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, ഓരോരുത്തർക്ക് ഏത് രീതിയിലാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്തെടുക്കുക. എപ്പോഴും ടോപ്പും ബോട്ടവും നല്ല കളർഫുൾ ആയിരിക്കണം. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മളുടെ ആ ഡോള് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. ഇതുപോലെ ഞാൻ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു മാല വരച്ചു കൊടുക്കാം. നല്ലല്ലേ കുറച്ചുകൂടെ ഭംഗിയാകത്തുള്ളൂ. അങ്ങനെ മാലയും വരച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ഡോൾ കേക്ക് സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര അറിയാൻ വയ്യാത്തവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ഡോൾ കേക്ക്. ഇത് നല്ല അടിപൊളി ഒരു ബർത്ത്ഡേ കേക്ക് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള എൻ്റെ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പം ഇതുപോലെ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫോർ വാച്ചിങ്, പ്ലീസ് സപ്പോർട്ടിങ് അസ്.